ഹായ് ഹലോ നമസ്കാരം ഗൈസ്. നോമിനേഷൻ ടൈം ആവാറായി. ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വോട്ട് ചോദിക്കൽ വീഡിയോ കാണുന്നത്. രേണുവിന്റെ വോട്ട് ചോദിക്കുന്ന വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. അതിനകത്ത് പല കമന്റ്സും വരുന്നുണ്ട്. ബിഗ് ബോസ് നടപടി എടുക്കണം, ഇതെന്താണ് ഇങ്ങനെ വാക്കൗട്ട് ചെയ്യിപ്പിക്കണം, ലൈക്ക് പ്ലാൻഡ് ആയിരുന്നോ, അപ്പോ കുമ്പിടിയാണോ അകത്തൂടെ പുറത്തൂടെ എന്നുള്ള സംസാരമൊക്കെ വരുന്നുണ്ട്. ആക്ച്വലി ഷീ ഈസ് എ ബ്രില്യന്റ് പ്ലെയർ. ഓക്കെ, കാരണം ആദ്യത്തെ ദിവസം തന്നെ ഫസ്റ്റ് വീക്കിൽ തന്നെ ഞാൻ ഔട്ട് ആയിരിക്കുകയാണ്. എല്ലാവരുടെയും ചോദ്യം അതെങ്ങനെ മനസ്സിലായി രേണുവിന് ഫസ്റ്റ് വീക്ക് തന്നെ ഔട്ട് ആവും എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വീക്കും സെക്കൻഡ് വീക്കും തേർഡ് വീക്ക് എത്ര ദിവസം രേണു അവിടെ നിൽക്കുന്നു അത്രയും ദിവസത്തിന്റെ വോട്ട് ചോദിച്ചിട്ടുള്ള വീഡിയോ പ്ലാൻ ചെയ്തു വച്ചിട്ടുണ്ട്. ആൾ ഇത്തിരി കടന്ന് ചിന്തിച്ചു. ഓക്കെ, നോർമലി ആൾക്കാർ ചിന്തിക്കുന്നതിനേക്കാൾ കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ട് ചിന്തിച്ചു. സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഇളകിയിട്ടുണ്ട് രേണുവിനെ സംബന്ധിച്ചിടത്തോളം. അത് ബിഗ് ബോസിന് ഗുണം തന്നെയാണ്. ആസ് എ കണ്ടസ്റ്റന്റ് രേണു പുറത്തുണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു വിപ്ലവത്തെ ബിഗ് ബോസിനെ പോസിറ്റീവിലെ ആണെങ്കിലും നെഗറ്റീവിലെ ആണെങ്കിലും എഫക്ട് ചെയ്യുന്നതാണ്. കാരണം ഇത് ഗെയിം എഡിറ്റഡ് ആണ്, സ്ക്രിപ്റ്റഡ് ആണെന്നൊക്കെ ഇപ്പോഴും പറയുന്ന ആൾക്കാർ, എഡിറ്റഡ് ആണ് സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയുന്ന ആൾക്കാരുകളുണ്ട്. അപ്പൊ ഇതും കൂടി കണക്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അതങ്ങ് കയറി കത്തും. അപ്പൊ എനിക്കിവിടെ പറയാനുള്ളത് ഇത് എന്താ പറയാ, ബിഗ് ബോസ് അറിഞ്ഞുകൊണ്ടും അങ്ങനെയൊന്നുമല്ല. ഇറ്റ്സ് നോട്ട് എ പ്ലാൻഡ് ആൻഡ് ഓൾ. പ്ലാൻഡ് ആണ്. ആരാന്നറിയോ? ആസ് എ കണ്ടസ്റ്റന്റ് രേണു, ഫ്ലവർ അല്ലടാ ഫയർ ആന്ന് പറഞ്ഞ രേണു നല്ല അടിപൊളി PR ടീമിനെ സെറ്റ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കാരണം അല്ലാതെ ഇങ്ങനെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോയും കാര്യങ്ങളും ഒന്നും വരത്തില്ല. കാരണം PR ഉണ്ടെന്നുള്ള കാര്യം ഏറെക്കുറെ കൺഫേം ആണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അല്ലാതെ ഫസ്റ്റ് വീക്കിൽ തന്നെ ഞാൻ ഔട്ട് ആവുന്ന രേണുവിനെ എങ്ങനെ മനസ്സിലായി? മറ്റേ ഇത് വെച്ച് നോക്കിയോ, മറ്റേ ജോൾസിന് വെച്ചിട്ട് ഈ സാധനം വെച്ച് നോക്കിയോ? ഒരിക്കലും ഇല്ല. ആൾ ഇത്തിരി കടന്ന് ചിന്തിച്ചു. അത് ബ്രില്യൻ പ്ലെയർ തന്നെയാണ്. ആൾ നല്ല സ്മാർട്ട് ആയിട്ടാണ് കളിച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു പോകെ വരുന്ന നോമിനേഷനിലേക്ക് രേണുവിന്റെ വോട്ട് ചോദിക്കുന്നത് ഏത് വീക്കിലാണോ രേണു നിൽക്കുന്നത് ആ വീക്കിലെ കണക്റ്റഡ് ആയിരിക്കും. പക്ഷേ എനിക്ക് ലാലേട്ടനോടാണ് ചോദ്യം. ഇന്നലത്തെ പ്രൊമോയില് PRന്റെ സപ്പോർട്ടോട് കൂടി നിൽക്കുന്നവര്, സേഫ് ഗെയിം ആയിട്ട് നിൽക്കുന്നവര്, സൈഡിൽ കൂടെ പോകുന്നവര്, അങ്ങനെയുള്ളവരെ ഒന്നും സപ്പോർട്ട് ചെയ്യാതെ വോട്ട് വൈസിലി നിങ്ങളുടെ വോട്ട് ബുദ്ധിപൂർവ്വം നിങ്ങൾ ചെയ്യണം എന്നാണ് ലാലേട്ടൻ പ്രൊമോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഫസ്റ്റ് വീക്ക് തന്നെ ഞാൻ ഔട്ട് ആയിരിക്കുകയാണ് എന്ന്, അല്ലെങ്കിൽ നോമിനേഷനിൽ വന്നിരിക്കുകയാണെന്നുള്ള രേണുവിന്റെ ചോദ്യത്തിന് അതിനകത്ത് അല്ലെങ്കിൽ PR ഉണ്ടോ അല്ലെങ്കിൽ PR സപ്പോർട്ട് ഉണ്ടോ എന്നുള്ള ഒരു സംഭവത്തിന് ലാലേട്ടൻ പോയിന്റ് ഔട്ട് ചെയ്യണം എന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന, അല്ലെങ്കിൽ എന്റെ ഒരു റിക്വസ്റ്റ്. കാരണം പ്രൊമോ അങ്ങനെയാണല്ലോ, അത്രയും സ്റ്റേൺ ആയിട്ട് ഇതുവരെയുള്ള പരിപാടിയൊന്നും നടക്കൂല, ഇത് അങ്ങോട്ട് സ്ട്രിക്റ്റ് ആണ്, 7ന്റെ പണി എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഈ ഒരു ആദ്യത്തെ വീക്കിൽ തന്നെ ഞാൻ ഔട്ട് ആയിരിക്കുകയാണെന്നുള്ള രേണുവിന്റെ ബ്രില്യന്റ് പ്ലേയിൽ PR ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ അങ്ങനെ ഒരു ഇത് വരില്ല. ഒരാള് ബാക്ക് സപ്പോർട്ട് ഉണ്ട്, ഒരു അപ്ഡേറ്റഡ് തോട്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി ലാലേട്ടന് ചോദിക്കാനായിട്ട് ഇപ്രാവശ്യം രേണുവിനോട് 2-3 കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത് ആള് നല്ല ബ്രില്യന്റ് ആയിട്ട് തന്നെയാണ് കളിച്ചിട്ട് ആ ഒരു വീഡിയോ ഇറക്കിയിരിക്കുന്ന, വോട്ട് വീഡിയോ ഇറക്കിയിരിക്കുന്ന പല ആളുകളെയും ബിഗ് ബോസിനെ വരെ സംശയിക്കുന്ന രീതിയിലേക്ക് ആ വീഡിയോ തിരിഞ്ഞിട്ടുണ്ട്. അവർ കമന്റിംഗ് സെക്ഷനിലൂടെ പോയാൽ നമുക്ക് മനസ്സിലാവും. സോ PR ഈസ് ദെയർ. ഐ തിങ്ക് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് കമന്റ് ചെയ്യുക.